ആയങ്കിയെ തൂക്കി വിജയൻ ഹീറോ ആണടാ. ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി അധിക്ഷേപിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന അർജുൻ ആയങ്കിയെ കണ്ണൂർ സിറ്റിയിലെ അഭിഭാഷകരുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്ന് പുലർച്ചെ 2:30 പോലീസ് കസ്റ്റഡിയിലെടുത്തു. ADGP പി വിജയന്റെ മേൽനോട്ടത്തിൽ കണ്ണൂർ പോലീസ് നടത്തിയ നീക്കത്തിനൊടുവിലാണ് അർജുൻ ആയങ്കി വലയിലായത്. പറഞ്ഞല്ലോ ഇനി എന്താ പറയണ്ടേ? പറയേണ്ട കാര്യം ഇന്നലെ വീഡിയോ ആക്കി ഞാൻ ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനി എന്റെ ജീവൻ നശിപ്പിച്ച ആളായതുകൊണ്ട് എന്റെ ജീവൻ നശിപ്പിച്ച ആളല്ലേ, പിന്നെന്താ? വെല്ലുവിളി ഒന്നല്ല, ആവശ്യപ്പെടുന്നു. കേരള പോലീസിന് എനിക്ക് വീട്ടിൽ തന്നെയാണോ പിടിച്ചത്? സാറേ അങ്ങോട്ട് മജിസ്ട്രേറ്റ് സ്റ്റേഷനിലേക്കാണ്. കണ്ണൂരിലെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ എറണാകുളത്തേക്ക് എത്തിക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുൻ ആയങ്കിയെ കുറിച്ച് നിർണായക വിവരം പോലീസിന് നൽകിയത് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോയിലാണ് അർജുൻ ആയങ്കി അഭിഭാഷകയുടെ വീട്ടിലെത്തിയത്. സംശയം തോന്നിയ ഡ്രൈവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അർജുൻ ആയങ്കിയാണെന്ന് ഉറപ്പിച്ച ശേഷമാണ് വനിതാ അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് ആയങ്കിയെ തൂക്കിയത്. അർജുൻ ആയങ്കി ഒളിവിൽ കഴിഞ്ഞത് തളിപ്പറമ്പിലെ ലോഡ്ജിലായിരുന്നു. പോലീസ് ഒളിത്താവളം മനസ്സിലാക്കിയെന്ന് ആയങ്കിക്ക് വ്യക്തമായതോടെ ഓട്ടോയിൽ പയ്യന്നൂർ ഭാഗത്തേക്ക് കടന്നു. പിന്നീട് ഓട്ടോ ഡ്രൈവറുടെ ഫോണിൽ നിന്ന് സുഹൃത്തിനെ കാറുമായി വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ കാറിലാണ് ആയങ്കി കണ്ണൂരിലേക്ക് എത്തിയത്. ഓട്ടോ ഡ്രൈവർ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് കാറിന്റെ CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന് പോലീസ് അഭിഭാഷകരുടെ ഫ്ളാറ്റിലെത്തുകയായിരുന്നു. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 3:30 ഫ്ളാറ്റിൽ ആയങ്കി എത്തിയത്. പോലീസ് എത്തിയ ശേഷം ആയങ്കി ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു, എങ്കിലും പോലീസ് കീഴടക്കുകയായിരുന്നു. അർജുൻ ആയങ്കിയെ പിടിക്കുവാൻ പോലീസ് കറങ്ങിയിട്ടൊന്നുമില്ലെന്നും അവൻ തന്നെയാണ് കറങ്ങിയതെന്നും ADGP പി വിജയൻ പറഞ്ഞു. അവനാണ് പോലീസിനെ പേടിച്ച് പല ദിക്കിലേക്കും ഓടിപ്പോയത്. പോലീസുകാർ പോലീസിന്റെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചാണ് നീങ്ങിയത്. കേരള പോലീസിന്റെയും ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും ലോക്കൽ പോലീസിന്റെയും അടക്കം കൂട്ടായ പ്രയത്നമാണ് ഈ അറസ്റ്റിന് പിന്നിൽ. കേസുകൾ ഓരോന്നായി പരിശോധിക്കുകയാണ്. നിയമപരമായി ആലോചിച്ചേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. കണ്ണൂരിൽ ഒരു കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അർജുനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാനാണ് ആലോചിക്കുന്നതെന്നും പി വിജയൻ പറഞ്ഞു. പോലീസിനെ വെല്ലുവിളിക്കുക എന്നാൽ സമൂഹത്തെ വെല്ലുവിളിക്കുക എന്നാണ്. സമൂഹത്തെ വെല്ലുവിളിച്ച് ഇനിയൊരു ആയങ്കിമാരും ഇവിടെ ഉണ്ടാകരുത്. ജാമ്യം ലഭിക്കാത്ത കേസുകളും അർജുൻ ആയങ്കിക്കെതിരെ ഉണ്ട്. ആയങ്കി മാത്രമല്ല, ഒരു ഗുണ്ടയ്ക്കും വെല്ലുവിളിക്കുവാനുള്ള ധൈര്യം ഇനി ഉണ്ടാകാൻ പാടില്ല. കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്നവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് വഴി ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ആയങ്കിയുടെ വെല്ലുവിളി ഉണ്ടായത്. ഇന്നലെ രാത്രി 10 മണി വരെ 55 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ ആയങ്കിയുടെ കൂട്ടാളികളും അല്ലാത്തവരുമുണ്ട്. ഇന്ന് കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കും എന്നും പി വിജയൻ പറഞ്ഞു. പോലീസിനെ കുറെ വെല്ലുവിളിച്ചെന്നുള്ളത് അയാളുടെ ഒരു തോന്നലാണ്. പോലീസ് അത് പിന്നെ ആയങ്കി ഒരു പരിധി വിട്ടിട്ട് വളർന്നെന്ന് അയാൾക്കൊരു തോന്നലുണ്ടെന്ന് കരുതിയത് മനസ്സിലായപ്പോൾ തന്നെ പോലീസ് അയാളെ നിയമപരമായി പൂട്ടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ കൺക്ലൂഷൻ ഇന്ന് പുലർച്ചയ്ക്ക് നടത്തുന്നേ ഉള്ളൂ. അന്വേഷണം നടക്കുമ്പോഴും പൊതു ഇടങ്ങളിൽ അല്ല, ഇതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. അദ്ദേഹം ബെയിൽ അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. ബെയിൽ പരിഗണനയിലുള്ളപ്പോൾ സാധാരണ നിലക്ക് ബഹുമാനപ്പെട്ട കോടതികളുടെ തീരുമാനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സാധാരണ ഇടപെടാറുള്ളൂ. കോടതി കഴിഞ്ഞ ദിവസമാണ് ബെയിൽ റിജക്ട് ചെയ്തിരിക്കുന്നത്, ആന്റിസിപ്പേറ്ററി ബെയിൽ. അതിനുശേഷം പോലീസ് ആക്ട് ചെയ്ത് ആ സമയത്താണ് ഇയാള് മുങ്ങിയിരിക്കുന്നത്. വലിയ കുറ്റം ഏതെങ്കിലും തരത്തിൽ പെട്ടെന്ന് ഓടി വരാവുന്ന തരത്തിലുള്ള കുറ്റമാണ്
ആന്റിക്കെതിരെ ഉള്ളത് എന്ന് പല കോളുകളും പറയുന്നുണ്ട്. അത് ശരിയാണോ? അതായത് ചെറിയ ചെറിയ കാര്യം അല്ല, അയാൾ ചെയ്തിരിക്കുന്ന എന്ത് കുറ്റാണെങ്കിൽ അതിനുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അത്ര പെട്ടെന്ന് ഊരി വരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഈ ഇന്റലിജൻസൊക്കെ ശക്തമായ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ പോലീസിന്റെ വെല്ലുവിളിച്ച് പോലീസിന്റെ മറഞ്ഞു നിൽക്കുന്ന ആളായി മാറ്റണമെങ്കിലോ പരിവേഷം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ലഭിക്കുകയാണ്. അല്ല, ഇപ്പോഴെന്താണ് പരിവേഷം ഉണ്ടായിരിക്കുന്നത്? അതായത് അതൊക്കെ അതിനൊരു താൽക്കാലികമായിരിക്കുന്ന ഒരു ഷോ മാത്രമാണ്. മാത്രമല്ല, ഈ പോലീസിനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സമൂഹത്തിനെ വെല്ലുവിളിക്കലാണ്. പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരം പോലീസിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നതാണ്. ഞങ്ങൾ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കാണുകയും അതിന് പോസ്റ്റിന് ലൈക്ക് ഇടുകയും കമന്റ് ഇടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലെ ഉണ്ട്. അല്ല, അയാള് ലൊക്കേഷനുകൾ പലയിടത്തു നിന്നും മാറി മാറി നടക്കുകയായിരുന്നു. പക്ഷേ അയാൾ പോകുന്ന മാറലുകളൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ കൃത്യമായിരിക്കുന്ന നിർദ്ദേശമുണ്ട്. ഒന്ന്, ഇയാളെ പിടിച്ചിരിക്കണം. രണ്ട്, ഇതൊരു നമ്മളുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനോ നിയമപരമല്ലാത്ത ഒരു രീതിയും ഫോളോ ചെയ്ത് കൃത്യമായിരിക്കുന്ന നിയമപരമായിരിക്കുന്ന രീതികൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അതെല്ലാം അതാരോ കേരള പോലീസിന്റെ തീരുമാനമായിരുന്നില്ല. മാരത്തോൺ വന്നിരിക്കുകയാണ്. ഒരു മാരത്തോൺ തന്നെ ആയിരുന്നല്ലേ പോലീസ് സംബന്ധിച്ച്? അല്ല, ഞാനിവിടെ പറഞ്ഞു അതാണ്. കാരണം ഞങ്ങള് കുറച്ച് പേരെ ഓടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ 2 മണിക്കാണ്, ഇന്ന് പുലർച്ചയ്ക്ക് 2 മണിക്കാണ് ആ മാരത്തോണിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ്. പക്ഷെ മാരത്തോൺ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഞങ്ങൾ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറഞ്ഞ ഒരു മാരത്തോൺ ഉണ്ട്. ആ മാരത്തോൺ ഗുണ്ടകൾക്ക് പിന്നാലെയുള്ളതാണ്. അതിൽ ഇന്നലെ ഒരു 55ഓളം പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് തുടർച്ചയിൽ തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഈ ആയെങ്കിയല്ല, ഇനി ഒരായെങ്കിലും തന്നെ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് അയാൾ പറയുന്ന കല്യാണം എന്ന് പറയുന്ന ഒരു കാറ്റ് എന്ന് പറയുന്ന ഒരു ഗുണ്ടൻ ഒരാളതാണ്. അയാൾ പറഞ്ഞു ഞാൻ അയാളെ കല്യാണം ക്ഷണിച്ചിട്ടില്ല എന്നല്ല. ഇവിടെ ചില ഗുണ്ടകള് പിന്നെ അവരുടെ ഗാങ്ങിനൊക്കെ ചേർന്നുകൊണ്ട് ബർത്ത്ഡേ പാർട്ടി നടത്തുക, അത് സോഷ്യൽ മീഡിയയിൽ ഇടുക, അതൊരു ഹീറോയിസം ആകി മാറുക, എന്നിട്ട് യങ്സ്റ്റേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ അവർ അതിലൂടെ തന്നെ ആളുകളിൽ ഒരു വലിയ ക്ലൗഡ് സമൂഹത്തിൽ സൃഷ്ടിക്കുക. ഇത്തരം കാര്യങ്ങൾ കാണാറുണ്ട്. അതേപോലെ ഒരു ആക്ടിവിറ്റിയിൽ പെട്ടിരിക്കുന്നതാണ് ഇവർ ചെയ്തത്. അത്തരം കാര്യങ്ങൾ സമൂഹ സുരക്ഷയ്ക്ക് നല്ലതല്ല. അത് നമ്മൾ നേരിടുക തന്നെ ചെയ്യും. അല്ല, അതൊരു ഹീറോ വർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പോലീസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു CIക്കെതിരെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ സുരക്ഷിതത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ വെല്ലുവിളി ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇത് തന്നെയാണ് ഞങ്ങളെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. അത്തരം വെല്ലുവിളികൾ ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിക്കില്ല. കോതമംഗലം ഇൻസ്പെക്ടറെ സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് ആയങ്കി ഒളിവിൽ പോയത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അതിനു പിന്നാലെ ആയങ്കി ഒളിവിൽ പോവുകയായിരുന്നു. ഇതിനുശേഷമാണ് കോതമംഗലം ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ ഇൻസ്പെക്ടറെ ആയങ്കി വെല്ലുവിളിച്ചതും അധിക്ഷേപിച്ചതും. തുടർന്ന് പോലീസ് ഈ സംഭവത്തിലും കേസെടുത്തു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്ന ആ കേസിൽ എറണാകുളം റൂറൽ സൈബർ പോലീസും ആയങ്കിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോതമംഗലം ഇൻസ്പെക്ടർക്കെതിരായ കേസിൽ ജാമ്യം ലഭിച്ചാൽ തന്നെ ആയങ്കിക്ക് പുറത്തിറങ്ങുവാൻ കഴിയില്ല. അതേസമയം മറ്റു 2 കേസുകളും എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്നവയാണ്. ഈ സാഹചര്യത്തിലാണ് കൊടുങ്കുറ്റവാളികൾക്കായുള്ള കാപ്പ ചുമത്തി അകത്തിടുവാനുള്ള ആലോചന പോലീസ് നടത്തുന്നത്. 2014 മുതൽ വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ 12 കേസുകൾ ഉൾപ്പെടെ 21 ക്രിമിനൽ കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ നിലവിലുള്ളത്. 2 വധശ്രമ കേസുകൾ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, കരിപ്പൂർ സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ കേസ് തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഇയാൾ പ്രതിയാണ്. തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആയങ്കി കൊടും ക്രിമിനൽ ആണെന്ന് ചൂണ്ടിക്കാട്ടി കാപ്പ ചുമത്തുവാനുള്ള റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും. കാപ്പ ചുമത്തുന്നതോടെ ഇയാളെ 6 മാസത്തേക്ക് കരുതൽ തടങ്കലിൽ വയ്ക്കാനോ അല്ലെങ്കിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള നിർദ്ദിഷ്ട ജില്ലകളിൽ പ്രവേശിക്കുന്നത് വിലക്കി നാടുകടത്താനോ പോലീസിന് നിയമപരമായി സാധിക്കും. ഗുണ്ടകൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഗ്രിപ്പ് മാരത്തോൺ നടപടിയുടെ ഭാഗമായി കൂടിയാണ് ഈ നീക്കം. എന്തായാലും ആവശ്യമില്ലാതെ ആയങ്കിയെ ആളാക്കിയ ആഭ്യന്തര വകുപ്പ് ഉണ്ടാക്കിയ ഈ പുകിൽ പോലീസ് മാസായി തന്നെ അങ്ങ് അവസാനിപ്പിച്ചു. എന്തൊക്കെ പറഞ്ഞാലും UDF ഭരണത്തിൽ VD സതീശൻ ദിനംപ്രതി താഴേക്ക് പോകുമ്പോൾ രമേശ് ചെന്നിത്തല മാത്രമാണ്
ഗ്രാഫ് ഉയർത്തുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.